പാർവതിയെക്കുറിച്ചുള്ള അന്വേഷണം വളരെ രഹസ്യമായാണ് ശേഖരൻ തമ്പി നടത്തിയിരുന്നത്. അയാൾ ചെല്ലും ചെലവും കൊടുത്ത് തീറ്റിപ്പോറ്റിയിരുന്ന കുറേ തടിയന്മാരായ സെക്യൂരിറ്റികളും അവൾക്കു വേണ്ടി നാടൊട്ടാകെ അലഞ്ഞു തുടങ്ങിയിരുന്നു. പാർവതിയും വിശാലും തമ്മിലുള്ള വിവാഹത്തോടെ നടക്കാനിരുന്ന വലിയ ഒരു ബിസിനസ് ഡീല് നിർത്തിവെക്കാനിടയായതിൻ്റെ അരിശവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അയാൾ ദിവസങ്ങൾ തള്ളി നീക്കാൻ ശ്രമിച്ചിരുന്നത്. സ്വന്തം ഇഷ്ടങ്ങൾ ചുമത്തിവയ്ക്കാൻ മാത്രമാണ് അയാൾ എപ്പോഴും പാർവതിയെ സ്നേഹിച്ചിരുന്നുള്ളൂ. അവളെ ഒന്ന് ചേർത്തു പിടിക്കാനോ അവളുടെ ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ ചോദിച്ചറിയാനോ അയാൾ ഒരിക്കൽ പോലും ശ്രമിച്ചിരുന്നില്ല. പാർവതി ഗ്രൂപ്പ് ഓഫ് കമ്പനിയെ വാനോളം ഉയർത്തുവാനും സകലതും വെട്ടിപ്പിടിക്കാനും മാത്രമായിരുന്നു അയാൾ ശ്രമിച്ചിരുന്നത്. ലാഭം മാത്രം ഉണ്ടാക്കാൻ ഓടുന്ന തിരക്കിനിടയിലാണ് സ്വന്തം മകൾക്ക് വേണ്ടി വിശാൽ എന്ന കോടീശ്വര പുത്രനെയും അയാൾ കണ്ടെത്തിയത്. പാർവതിക്ക് വിശാലിനെ ഇഷ്ടമില്ലെന്ന് അറിഞ്ഞിട്ടും ബിസിനസ് ലാഭത്തിനും പാർട്ട്ണർഷിപ്പ് ഡീലിനും വേണ്ടി മകളെ അവർക്ക് മുൻപിൽ സമർപ്പിക്കാൻ അയാൾ മനഃപൂർവ്വം തയ്യാറാവുകയായിരുന്നു. വിശാലുമായുള്ള വിവാഹത്തിന് താല്പര്യമില്ലാതിരുന്ന പാർവതി അത് മുടങ്ങിക്കിട്ടുന്നതിനും നടക്കാതിരിക്കുന്നതിനും വേണ്ടി മനഃപൂർവ്വം അവരിൽ നിന്നും മറഞ്ഞു നിൽക്കുകയാണെന്നാണ് അയാൾ വിശ്വസിച്ചിരുന്നത്. ആ വിദ്വേഷം കൂടുതൽ പൊലിപ്പിക്കാനും പാർവതിക്കെതിരെ ശേഖരൻ തമ്പിയെ ഒരു ശത്രുവാക്കി മാറ്റാനും പത്മവും മുൻകൈയെടുത്തിരുന്നു. ശേഖരൻ തമ്പിയിൽ തനിക്ക് ജനിച്ച പുത്രനും തനിക്കും മാത്രമായിരിക്കണം എല്ലാ അവകാശങ്ങളുമെന്ന് കണക്കൂട്ടിക്കൊണ്ടായിരുന്നു അവർ ഓരോ ചുവടും മുന്നോട്ട് വച്ചിരുന്നത്. അതിനുവേണ്ടി ശേഖരൻ തമ്പിയിൽ നിന്നും അവളെ അടർത്തി മാറ്റാനും അവർ തമ്മിലുള്ള ശത്രുതയുടെ ആക്കം കൂട്ടാനുമെല്ലാം കിട്ടുന്ന അവസരങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്താനും പത്മം ശ്രമിച്ചുകൊണ്ടിരുന്നു. വർക്ക്ഷോപ്പിൽ നിന്നും പതിവിലും നേരത്തെ വീട്ടിലേക്ക് എത്തിയ ശിവയ്ക്ക് വീട് അടച്ചിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണേണ്ടി വന്നത്. സുമയമ്മ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തു പോകുന്ന ശീലമില്ലെന്ന് അവനറിയാം. എന്നാൽ പാർവതിയുടെ കാര്യം അങ്ങനെയല്ല. വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതോ മറ്റുള്ളവരുടെ സംശയദൃഷ്ടികൾ അവൾക്കു നേരെ പതിയുന്നതോ ഒന്നും തന്നെ അവളെ സംബന്ധിച്ച് അത്ര സേഫ് ആയിരിക്കില്ലെന്നും അവനറിയാമായിരുന്നു. ശേഖരൻ തമ്പിയുടെ ആളുകൾ അവളെ തിരക്കി ഏത് നിമിഷവും ഇവിടേക്ക് എത്തുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതുവരെയെങ്കിലും അവളുടെ കാര്യത്തിൽ യാതൊരു വീഴ്ചയും വരുത്തുവാൻ അവൻ ആഗ്രഹിച്ചിരുന്നുമില്ല. വീടിനകമെല്ലാം അവനൊന്ന് കണ്ണോടിച്ചു നോക്കി. അവിടെയൊന്നും പാർവതിയുടെ സാന്നിധ്യം കാണാതായപ്പോൾ അവൻ പുറത്തേക്കിറങ്ങി ചുറ്റുപാടും നിരീക്ഷിച്ചു നോക്കി. ഇനി താനല്ലാതെ മറ്റാരെങ്കിലും അവളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തി കാണുമോ? ഏയ്, അങ്ങനെ വരാനുള്ള സാധ്യതയില്ല. ഈ ശിവയുടെ വീട്ടിൽ നിന്ന് അവളെ പൊക്കിയെടുത്തു കൊണ്ടുപോകാൻ ധൈര്യമുള്ളവർ ആരും തന്നെ ഇവിടെ ഇല്ല. ഇനി ഒരുപക്ഷെ മറ്റാരെങ്കിലും. സംശയങ്ങളെ കൂടുതൽ കാടുകയറാൻ അനുവദിക്കാതെ അവൻ അവിടെ നിന്നും മറ്റിടങ്ങളിലേക്കും കണ്ണുകൾ പരതി തുടങ്ങി. ഒടുവിൽ ആ അന്വേഷണം ചെന്നെത്തിയത് വീടിനടുത്ത് നിന്നും കുറച്ചപ്പുറത്തേക്ക് നീങ്ങിക്കിടക്കുന്ന പുഴക്കരയിലേക്കായിരുന്നു. കരയിലെ മണൽത്തരികളിൽ അഴിച്ചുവെച്ച പാർവതിയുടെ ചെരുപ്പ് കൂടി കണ്ടപ്പോൾ അവൻ്റെ പരിഭ്രമം ഒന്നുകൂടി ഇരട്ടിക്കുകയായിരുന്നു. പുഴയുടെ ഓളങ്ങളിലേക്ക് അവൻ ദൃഷ്ടികൾ പായിച്ചുകൊണ്ട് പാർവതി എന്നുറക്കെ അലറി വിളിക്കാൻ തുടങ്ങി. തൻ്റെ മനസ്സ് ഭയപ്പെടുന്നത് പോലെ അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമോ എന്ന വെപ്രാളത്തോടെ അവൻ വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് പെട്ടെന്ന് എടുത്തു ചാടുകയായിരുന്നു. കുറച്ചപ്പുറത്തേക്ക് നീന്തിയെത്തിയപ്പോഴാണ് കൈ രണ്ടും ഉയർത്തിപ്പിടിച്ച് നിലവിളിക്കുന്ന പാർവതിയുടെ ശബ്ദം അവൻ തിരിച്ചറിഞ്ഞത്. മനസ്സും ശരീരവും അവളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയുള്ള പരാക്രമമായിരുന്നു പിന്നീട് അവൻ നടത്തിയിരുന്നത്. കൈകൾ നീട്ടി വലിഞ്ഞവൻ അവളുടെ അടുത്തേക്ക് നീന്തി അടുക്കുന്തോറും പാറുവിന് ഒന്നും സംഭവിച്ചേക്കരുതേ എന്ന് മാത്രം ആ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. പാർവതിയുടെ അടുത്തേക്ക് എത്തിയ ഉടനെ അവളെ പിടിച്ചു വലിച്ചവൻ കരയിലേക്ക് നീന്തിയെടുത്തു.
തളർന്നുപോയ അവളെ എടുത്തവൻ കരയിലെ പുൽപ്പരപ്പിലേക്ക് പതിയെ കിടത്തിയപ്പോഴേക്കും അവനും ആകെ തളർന്നു പോയിരുന്നു. കിതപ്പ് വിട്ടുമാറാതെ അവൾക്കരികിൽ അവനും കുറച്ചുനേരം കിടന്നെങ്കിലും യാതൊരു പ്രതികരണവുമില്ലാതെ തൊട്ടടുത്ത് കിടക്കുന്ന പാർവതിയെ കണ്ടപ്പോൾ ശിവയുടെ മനസ്സും പെട്ടെന്ന് വെപ്രാളപ്പെടാൻ തുടങ്ങി. ശരീരമാസകലം നനഞ്ഞു കുതിർന്നിരുന്ന അവൻ എഴുന്നേറ്റിരുന്ന് അവളെ തട്ടി വിളിച്ചെങ്കിലും കണ്ണുകൾ തുറക്കാൻ അവൾക്കന്നേരം സാധിച്ചിരുന്നില്ല. അവളുടെ ദേഹത്തെ തണുപ്പ് വിട്ടകലാനായി അവൻ കൈകൾ ചേർത്തുരസി അവളുടെ ശരീരത്തിലേക്ക് വച്ചുകൊടുത്തു. അപ്പോഴും അനക്കമില്ലാതെ കിടക്കുന്ന പാർവതിയെ കണ്ടപ്പോൾ അവൻ്റെ നെഞ്ചിടിപ്പ് ഒന്നുകൂടി വർദ്ധിച്ചു വന്നു. അവളുടെ ഇരു കൈകളും വയറിലേക്ക് ചേർത്ത് വെച്ചവൻ അമർത്തി തുടങ്ങിയപ്പോൾ കുടിച്ച വെള്ളമെല്ലാം കുറേശ്ശെയായി അവൾ പുറത്തേക്ക് ഒഴുക്കിവിടാൻ തുടങ്ങി. പാർവതി, പാർവതി, കണ്ണ് തുറക്ക്, ഇത് ഞാനാ, ശിവ, ശിവയാ വിളിക്കുന്നത്. അവളുടെ കവിളിലവൻ മെല്ലെ തട്ടി വിളിച്ചുണർത്താൻ ശ്രമിച്ചപ്പോൾ നേരിയൊരു ചലനം അവളിൽ അനുഭവപ്പെട്ടു തുടങ്ങുകയായിരുന്നു. പീലികൾ ഒട്ടിപ്പിടിച്ച കണ്ണുകളും വിറങ്ങലിച്ച നേർമയാർന്ന അവളുടെ അധരങ്ങളും മെല്ലെയൊന്ന് അനക്കി തുടങ്ങിയപ്പോഴാണ് ശിവയുടെ മനസ്സിന് തെല്ലൊരാശ്വാസം കൈവന്നത്. നനഞ്ഞൊട്ടിയ കൺപീലികൾ പതുക്കെ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പ്രതീക്ഷയോടെ തൻ്റെ മുഖത്തേക്ക് മാത്രം ഉറ്റുനോക്കുന്ന അവനെ കണ്ടപ്പോൾ അവൾ അവിടെ നിന്നും പതിയെ എഴുന്നേൽക്കാനായി ശ്രമിച്ചു. ശിവ. തൻ്റെ കൺമുൻപിൽ നനഞ്ഞൊട്ടി നിൽക്കുന്ന അവൻ്റെ രൂപം പെട്ടെന്ന് കണ്ടപ്പോൾ സംഭവിച്ചതൊന്നും വിശ്വസിക്കാനാവാതെ അവൾ സങ്കടത്തോടെ അവനെ വേഗം കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഒട്ടും പ്രതീക്ഷിക്കാത്ത അവളുടെ ആ പെരുമാറ്റത്തിൽ ആശ്ചര്യപ്പെട്ട് നിൽക്കുമ്പോൾ താനും അവളെയൊന്ന് ചേർത്ത് പിടിക്കണോ വേണ്ടയോ എന്ന സംശയത്തിലായിരുന്നു ശിവയും അപ്പോൾ നിന്നിരുന്നത്. എന്നാൽ പേടിയോടെ അവൾ ശിവയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു കിടന്നപ്പോൾ അവളുടെ മുടിയിൽ പതിയെ തഴുകിക്കൊണ്ട് അവനും അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പാറു, താൻ ഭയപ്പെടണ്ടടോ, തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, താനൊന്ന് സമാധാനമായിരിക്കടോ. ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവൻ്റെ നെഞ്ചിലേക്ക് അവൾ ഒന്നുകൂടി പറ്റിച്ചേർന്ന് നിന്നു. തൽക്കാലം അവളുടെ മനസ്സിനൊരൽപ്പം ശാന്തതയാണ് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞോടെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് അവളെ ബുദ്ധിമുട്ടിക്കാൻ അവൻ ശ്രമിച്ചില്ല. എന്നാൽ കുറച്ചു നേരത്തിന് ശേഷം സംഭവിച്ചത് എന്താണെന്നറിയുവാൻ അവൻ്റെ മനസ്സും തിടുക്കം കൂട്ടുകയായിരുന്നു. നടന്ന കാര്യങ്ങളെല്ലാം അന്വേഷിച്ചറിയേണ്ടത് ആവശ്യമാണെന്ന് അവനും തോന്നി. താൻ എന്തിനാ പാറു ഇവിടേക്ക് വന്നത്? എങ്ങനെയാ താൻ വെള്ളത്തിലേക്ക് വീണത്? പെട്ടെന്നൊരു നിമിഷം അവൻ്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറിക്കൊണ്ടവൾ ആ ചോദ്യത്തിന് മുൻപിൽ അല്പനേരം തല താഴ്ത്തി നിന്നു. നീ എന്താ ഒന്നും പറയാത്ത? ഞാൻ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? എങ്ങനെയാ നീ ഇവിടെ എത്തിയത്? ഞാൻ പിന്നെ സുമയമ്മ പുറത്തേക്ക് പോയപ്പോൾ വീട്ടിൽ തനിച്ചിരുന്ന് ബോറടിച്ചു. എന്നാൽ പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണാമെന്ന് കരുതി പുഴയുടെ അടുത്തേക്ക് വന്നപ്പോൾ വെറുതെ വെള്ളത്തിലേക്കൊന്ന്. അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയാനുള്ള പേടിയോടെ അവൾ വിക്കി വിക്കി എല്ലാം പറഞ്ഞു ഒപ്പിച്ചു. എല്ലാം കൂടി കേട്ടപ്പോൾ പെട്ടെന്ന് അവന് ദേഷ്യമാണ് അവളോട് തോന്നിയത്. ഹോ, അത് ശരി. അപ്പോൾ താൻ കാഴ്ചകൾ കാണാൻ കറങ്ങുന്നതിനിടെ സംഭവിച്ചതാണിത് അല്ലേ? ഇതെന്താ താജ്മഹലോ മറ്റോ ആണോ ചുറ്റിക്കറങ്ങി കാണാനായിട്ട്? ദേ, ഒരൊറ്റ കീറങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ. ഞാൻ വരാൻ ഒരല്പം താമസിച്ചിരുന്നെങ്കിലോ എന്താകുമായിരുന്നു സ്ഥിതി? ഇതെന്താ നിൻ്റെ വീട്ടിലെ സ്വിമ്മിംഗ് പൂളാണെന്ന് കരുതിയോ നീന്തി കളിക്കാൻ? തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ എൻ്റെ കാര്യം എന്താവുമെന്ന് താൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതെങ്ങനെയാ? വിനോദസഞ്ചാരത്തിന് വന്നതുപോലെയല്ലേ താൻ ഇവിടെ കഴിയുന്നത്? ഒന്നിനും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം പാർവതി, നിന്നെ ഞാൻ ഇവിടേക്ക് കെട്ടിക്കൊണ്ടുവന്നതല്ല, തട്ടിക്കൊണ്ടുവന്നതാ. അതെപ്പോഴും ഓർമ്മ വേണം. അവളുടെ മുഖത്തേക്ക് നോക്കി കലി തുള്ളിക്കൊണ്ടവൻ ഓരോന്നും വിളിച്ചു പറയുമ്പോഴും പാർവതി നിശബ്ദതയോടെ തല താഴ്ത്തി നിന്നു. അവളുടെ മൗനം പൂണ്ടാ നിൽപ്പ് കണ്ടപ്പോൾ ശിവയുടെ മനസ്സ് ഒന്നുകൂടി ചൂട് പിടിക്കാൻ തുടങ്ങി. നിറഞ്ഞൊഴുകിപ്പോകുന്ന പുഴയാ അത്. എന്തേലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ കിഡ്നാപ്പും കൊലക്കുറ്റവും എല്ലാം കൂടി ചേർത്ത് കുറച്ച് ദിവസം അഴിയെണ്ണി കഴിയാനുള്ള വകയുണ്ടാക്കി തന്നേനല്ലോ നീ. ഇനി മേലാൽ ഞാനറിയാതെ നീ എവിടേക്കും പോകാൻ പാടില്ല.
കേട്ടല്ലോ? അവൾക്ക് നേരെ അധികാരത്തോടെ താക്കീതിൻ്റെ സ്വരം അവൻ ഉയർത്തിയപ്പോൾ മുഖം വീർപ്പിച്ച് പാർവതി അവനെയൊന്ന് കൂർപ്പിച്ചു നോക്കി. മതി, എനിക്ക് തെറ്റ് പറ്റിയതാണെന്ന് ഞാനും സമ്മതിക്കുന്നു. എന്ന് കരുതി എന്നെ വഴക്ക് പറയാൻ നീ എൻ്റെ ആരാ? എന്തിനാ നീ എന്നെ രക്ഷിച്ചത്? അവിടെ കിടന്ന് ചാകുന്നെങ്കിലങ്ങ് ചത്തുപോയിക്കോട്ടെ എന്ന് കരുതിയ പോരായിരുന്നോ നിനക്ക്? ഈ പാർവതി ഇവിടെ ജീവിച്ചിരിക്കണമെന്ന് ഇതുവരെ ആരും ആഗ്രഹിച്ചിട്ടില്ല. സ്വത്തിനും പണത്തിനും വേണ്ടി സ്നേഹിക്കുന്നവർ മാത്രമേ എനിക്ക് ചുറ്റുമുള്ളൂ. നിനക്കും അതുതന്നെയല്ലേടാ ആവശ്യം? അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ എന്നെ ഇവിടേക്ക് തട്ടിക്കൊണ്ടുവന്നത്? എൻ്റെ ജീവന് ഒരാപത്തും സംഭവിക്കരുതെന്ന് നീ ശാഠ്യം പിടിക്കുന്നത് എന്തിനാ? പറ, എത്രയാണ് ഞാൻ എൻ്റെ ഡാഡിയിൽ നിന്ന് നിനക്ക് വാങ്ങിത്തരേണ്ടത്? പറയാൻ. ഒഴുകിപ്പോകുന്ന ഓളങ്ങളുടെ ശബ്ദത്തേക്കാൾ പെട്ടെന്ന് അവളുടെ ഒച്ച അവിടെ ഉയർന്നു പൊന്തിയപ്പോൾ കേട്ടു നിൽക്കാൻ ക്ഷമയില്ലാതെ കൈ തരിച്ചുകൊണ്ടവൻ പെട്ടെന്ന് അവൾക്ക് നേരെ ഒന്ന് ഓങ്ങിയെടുത്തു. ഇരച്ചു കയറി അവൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാനാവാതെ അവളുടെ തുടുത്ത കവിളിൽ അത് ശക്തിയായി പതിച്ചപ്പോൾ ഒരു നിമിഷം പാർവതിയും ഞെട്ടലോടെ അവനെയൊന്ന് നോക്കി. തഴമ്പു വീണ അവൻ്റെ കൈകളിലെ ചൂട് അവൾ അറിഞ്ഞ നിമിഷമായിരുന്നു അത്. നിർത്തടി നിന്റെ പ്രസംഗം. നീ എന്താ ഈ ശിവയെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്? നിന്റെ പണവും സ്വത്തും മോഹിച്ചുകൊണ്ടാണ് ഞാൻ നിന്നെ ഇവിടേക്ക് തട്ടിക്കൊണ്ടുവന്നതെന്നാണോ? എങ്കിൽ നിനക്ക് തെറ്റി. ഈ ശിവയെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ല, ഒന്നും.